ഇന്ന് പോകുന്നത് പുരാതനമായ ചില കാഴ്ചകൾ കാണാനാണ്. ആന്ധ്രാപ്രദേശിൽ നമ്മൾ നിർബന്ധമായും കാണേണ്ട ചരിത്രപരമായ ചില കാഴ്ചകളുണ്ടെന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പ്രസിദ്ധമായ ഒരു ബുദ്ധവിഹാരമുണ്ട്. AD 300 വരെ ബുദ്ധസന്യാസിമാർ കഴിഞ്ഞിരുന്ന വിഹാരം ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. തോട്ട്ലാക്കോണ്ട എന്ന പുരാതന ബുദ്ധവിഹാരത്തിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് ശ്രീനാഥ് ചന്ദ്രന്റെ കൂടെ ഒന്ന് വിശാഖപട്ടണം വരെ പോയി വരാം. വിശാഖപട്ടണത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നായ ബുദ്ധിസ്റ്റ് സൈറ്റ് തോട്ട്ലാക്കൊണ്ടയ്ക്ക് മുന്നിലാണ് നമ്മൾ ഉള്ളത്. തോട്ട്ലാക്കൊണ്ടയുടെ പ്രധാന കവാടമാണ് ഈ കാണുന്നത്. അകത്ത് ചെന്ന് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. പ്രധാന കവാടം കഴിഞ്ഞ് തോട്ട്ലാക്കൊണ്ടയ്ക്ക് അകത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പാറയിൽ ഇങ്ങനെ ചെറു കുളങ്ങൾ നിർമ്മിച്ചതായാണ്. ഈ തോട്ട്ലാക്കൊണ്ട എന്ന പേര് ഈ പ്രദേശത്തിന് ഈ നിർമ്മിതികൾക്ക് ലഭിക്കുന്നതിനുള്ള കാരണവും ഈ സാന്നിധ്യമാണ്. തോട്ട്ല എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം ഒരു തരത്തിൽ ജലസംഭരണി എന്നതാണ്. ആ തരത്തിൽ നിരവധി ജലസംഭരണികൾ, ചെറു കുളങ്ങൾ പാറയിൽ ഇങ്ങനെ കുത്തി ഉണ്ടാക്കിയതായി നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കൊണ്ട എന്നത് കുന്ന് എന്ന അർത്ഥം വരുന്നു. കാരണം ഇതൊരു കുന്നിൻ പ്രദേശത്താണ് ഇത്തരം ഒരു ബുദ്ധ വിഹാരം, പണ്ട് ഏതോ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ബുദ്ധവിഹാരം, അത് പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് കണ്ടെത്തി അത് തിരികെ പിടിക്കുകയായിരുന്നു. പല വലുപ്പത്തിൽ, പല ആഴത്തിൽ, പല വീതിയിലാണ് ഇവിടെ ഈ കുളങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ പല ഉദ്ദേശങ്ങൾ ഈ കുളങ്ങൾ നിർമ്മിച്ചതിൽ ഉണ്ടാകാം. തോട്ട്ലാക്കൊണ്ടയ്ക്ക് അകത്ത് നമുക്ക് ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ ഇവിടുത്തെ ഒരു ഗൈഡ് കൂടി ചേരുന്നുണ്ട്. ലക്ഷ്മൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. So tell me, what exactly is Tootlakonda? Actually, Tootlakonda, it is the Buddhist heritage place, sir. So recently this site was found by the Indian Navy in 1976, sir. After that, it was excavation works conducted by the Department of Archaeology. Actually, when Department of Archaeology excavated some coins also they found here, sir. Satavahan coins, Roman silver coins and inscriptions also. So they were conducted some laboratory test, them carbon-14 dating and carbon radioactivity test and silicon dating test. So it is the Henena Theravada Buddhism site, sir, Buddhist heritage place. 1976 നേവി ഇവിടെ നടത്തിയ ഒരു ഏരിയൽ സർവേയിലാണ് ഇങ്ങനെ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തുന്നത്. AD 300 വരെ ഈ ഒരു ബുദ്ധവിഹാരമായി ഇത് പ്രവർത്തിച്ചിരുന്നതാണ്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അത് ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയി ഇതിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. 1976 നേവിയുടെ ഏരിയൽ സർവേയിൽ ഇത് കണ്ടതോടെ പിന്നീട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഈ കേന്ദ്രം കൈമാറി ഇപ്പോൾ അവരുടെ സംരക്ഷണയിലാണ് ഉള്ളത്. ഇത് മഹാസ്തൂപം, ഈ പുറകിൽ കാണുന്ന ഈ വലിയ സ്തൂപമാണ് മഹാസ്തൂപം. ഇത് പ്രാർത്ഥിക്കുന്ന ബുദ്ധിസ്റ്റുകൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു ഇടമാണ്. ഇതിനുള്ളിൽ ഒരു ചെറിയ സ്തൂപ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ചൈത്യഗൃഹ എന്നതാണ് ഇതിൻ്റെ പേര്. ഇനി മറുവശത്തേക്ക് വന്നാൽ അവിടെ വോട്ടീവ് സ്തൂപാസ് എന്ന് കാണാം. Votive stupa, actually these are the offering stupas. Actually these are commemorative of the incidents in the Buddha's lives, including those of his previous birth or spots visited by him, which are mostly erected by pilgrims when they visited the sacred site. ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗ് ഹാളായിരുന്നു. അതിൻ്റെ പില്ലറുകളാണ് ആക്ച്വലി ഈ കല്ലുകൾ. ഇതിന് മുകളിൽ മരങ്ങൾ കൊണ്ട് ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ നടുവശത്ത് അവിടെ ഒരു പോഡിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പോൾ ഏതായാലും മേൽക്കൂരകളില്ല, പില്ലറുകൾ പലതും ഏതാണ്ട് തകർന്ന അവസ്ഥയിലുമാണ്.
നമ്മൾ ഇനിയിപ്പോൾ എത്തിയിരിക്കുന്നത് വിഹാരാസ് എന്ന ചെറു മുറികളാണ്. Vihara is a residential place of the Buddhist monks. The words Vihara, Arama and Sangarama are generally used as synonymous. ഇത് ബുദ്ധ സന്യാസിമാർ താമസിച്ചിരുന്ന ഇടങ്ങളാണ് ഈ വിഹാരങ്ങൾ. ഏതാണ്ട് 10 വിഹാരങ്ങൾ, അതായത് 10 ബ്ലോക്കുകളായിട്ടുണ്ട്. 72 മുറികളാണ് ആകെ ഇവിടെയുള്ളത്. It is the Kapiya Bhumi. Kapiya Bhumi means kitchen complex. The last one is the Paksala. Paksala means food preparation, kitchen. And the second room, Banda Gurha, food material store room. It is the Banda Garika, storekeeper living room. ഇതൊരു കിച്ചൺ കോംപ്ലക്സ് ആണ്. ഒരു വശത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടം, മറ്റൊരിടത്ത് ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന, അതുപോലെ തന്നെ കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ അടുക്കളയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്ന ആൾക്ക് താമസിക്കാനുള്ള ഒരു ഇടം. അതാണ് ഈ കോംപ്ലക്സിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. The last one is the Upattanasala, dining hall. That one, Upattanasala. ഉപാത്തനശാല എന്നത് ഡൈനിങ് ഹാൾ എന്നർത്ഥം വരുന്ന രീതിയിലാണ്. അതായത് ആളുകൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ഇടം. അത് കിച്ചണിൻ്റെ ഏതാണ്ട്, ഈ അടുക്കളയുടെ ഏതാണ്ട് തൊട്ടടുത്തായി തന്നെ ആ ഭാഗം വരും. കുറച്ച് വലിയ ഒരു നിർമ്മിതി, കുറച്ച് വലിപ്പം കൂടുതലുണ്ട് ആ ഭാഗത്തിന്. മഹാസ്തൂപ നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഒരുപക്ഷെ അതിൻ്റെ ഒരു മാതൃക നിർമ്മിച്ചിരിക്കാം. അതായത് മഹാസ്തൂപയുടെ ഒരു മാതൃകയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അത് ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. അത്രയും വർഷം പഴക്കം അതിനുണ്ട്. ഇതുപോലെ അന്നത്തെ ശേഷിപ്പുകളായുള്ള ചില വസ്തുക്കൾ കൂടി ഇവിടെയുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. അന്ന് വിളക്ക് കത്തിച്ചിരുന്ന തൂണുകൾ, ആ തൂണുകളുടെ ശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത്. കൽവിളക്കുകളുടെ തൂണുകൾ. ഇതിനകത്താണ് അന്ന് വിളക്ക് കത്തിച്ചിട്ടുണ്ടാകാം. കാറ്റുകൊണ്ട് വിളക്ക് കെടാതിരിക്കാൻ വേണ്ടി അന്നുണ്ടാക്കിയ നിർമ്മിതിയാണ്. വിശാഖപട്ടണത്ത് ഇതുപോലെ 3 കൂടി ഈ ബുദ്ധവിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും സവിശേഷമായ ഒരിടത്താണ് നമ്മൾ ഇത്രയും നേരെ കാഴ്ചകളൊക്കെ കണ്ടത്. സജിൽ ഗുരുവായൂരൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലും ബുദ്ധൻ്റെ പ്രതിമകളും ചില ക്ഷേത്രങ്ങളുമൊക്കെ അതിൻ്റെ ശേഷിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര വലിയൊരു ബുദ്ധവിഹാരം അല്ലെങ്കിൽ ഒരു ബുദ്ധ നഗരം എന്ന് തന്നെ പറയാവുന്ന ഒരു ടൗൺഷിപ്പ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസ കേന്ദ്രത്തിൻ്റെയൊക്കെ ഒരു നിർമ്മിതിയുടെ അവശേഷിപ്പുകൾ ഇപ്പോൾ കാണുക എന്ന് പറയുന്നെങ്കിൽ അപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് തന്നെ പോകണം. അപ്പം തോട്ട്ലാക്കോണ്ടയിലേക്ക് പ്രേക്ഷകർ പോവുക. ആ സ്ഥലത്തിൻ്റെ എന്തുകൊണ്ടാണ് ആ പേര് വന്ന അടക്കമുള്ള പ്രത്യേകതകൾ ശ്രീനാഥ് പറഞ്ഞു. എന്നാലും അതൊക്കെ തന്നെ കണ്ടു തന്നെ അറിയുക.